കൊല്ലത്ത് നിന്നുള്ള വാർത്തയാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് നിന്നുള്ള വാർത്തയാണ്. ബാറിലുണ്ടായ തർക്കത്തിൽ CITU പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ചടയമംഗലം പഞ്ചായത്തിൽ നിന്ന് CPIഎമ്മിന്റെ ഹർത്താലാണ്. ചടയമംഗലം സ്വദേശി സുധീഷാണ് കൊല്ലപ്പെട്ടത്. ബാറിനുള്ളിലുണ്ടായ തർക്കത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ അരുൺ രാജ് അല്പസമയത്തിനകം കൊല്ലത്ത് നിന്നും തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം ഇത് കേട്ട ശേഷം ഷിനു എന്ന് പറയുന്ന പയ്യനും പിന്നെ രാമ്പാടി ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന് സെക്യൂരിറ്റിയായിട്ട് ചെറിയ സംസാരം വിഷയം വന്ന് അതറിഞ്ഞുകൊണ്ടാണ് പിന്നെ സുധീഷ് കയറി ചെല്ലുന്നത്. സുധീഷ് ഇതുമായി ഒന്നും ബന്ധപ്പെട്ടതല്ല. സുധീഷ് നമ്മളെ ടൗണിലെ CITU തൊഴിലാളിയാണ്, ബോർഡ് അംഗീകരിച്ച തൊഴിലാളിയാണ്. എല്ലാ കാര്യത്തിലും ടൗണിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കയറി ചെന്ന് ഒന്നുമേ ആ ക്യാമറയിലെ നമ്മൾ കാണാം. സുധീഷ് അങ്ങോട്ട് നടന്നു കയറി ചെല്ലുന്നേ ഉള്ളൂ. ഇവ ഓടിക്കൊണ്ട് വന്ന് സുധീഷിനെ നെഞ്ചത്ത് ഒറ്റ കുത്തി അപ്പോഴും തന്നെ വീണ് പിന്നെ അവിടെ ഒന്നവരെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി കടയ്ക്ക് എത്തുന്നതിന് മുമ്പേ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. വാടക്കാപ്പം ചിലപ്പം അവിടെ ചുറ്റും ചില പിന്നെ പ്രശ്നങ്ങളും പിന്നെ പിടിച്ചുകളും കാര്യങ്ങളും ഇല്ലാതെ നടക്കും. പക്ഷെ അവിടുത്തെ ഒരു ജീവനക്കാരൻ കത്തിയായിട്ട് ഇന്നിങ്ങനെ ആൾക്കാരെ 3 പേരെയാണ് കുത്തി വീഴ്ത്തിയിരിക്കുന്നത്. സുധീഷ് ആ സ്പോട്ടി മരിക്കുന്നു. മറ്റുള്ള ഷിനു മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസ് ആയിട്ടാണ്. പിന്നെ ആമ്പാടി എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൈക്ക് നല്ല കുത്തുണ്ട്. രാജ നമ്മളോടൊപ്പം ചേരുന്നു. കൊല്ലത്തുനിന്ന് അരുൺ, ഈ ബാറിനുള്ളിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണോ CCTV ദൃശ്യങ്ങൾ? CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ സംഭവത്തിൽ അത് പോലീസിന് എത്രത്തോളം തെളിവായി ശേഖരിക്കാൻ കഴിയും? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ, SKN അസ്മിത. ഇന്നലെ രാത്രി 10:45ഓടെയാണ് കൊല്ലം ചടയമംഗലം പേൾ റെസിഡൻസി ബാറിൽ ഈ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയൊരു തർക്കമുണ്ടായത്. ഈ തർക്കത്തിൽ ഷാനവാസും അമ്പാടിയും ഈ സെക്യൂരിറ്റി ജീവനക്കാരുമായി തർക്കത്തിലേർപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഈ ഷാനവാസ് മർദ്ദിച്ചു എന്നാണ് നിലവിൽ പോലീസിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് കണ്ടുകൊണ്ടാണ്, ഈ തർക്കം കണ്ടുകൊണ്ടാണ് അവിടേക്ക് ഈ സുധീഷ് എത്തിച്ചേരുന്നത്. ഈ സുധീഷ് എത്തിച്ചേരുമ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ബാറിനുള്ളിലേക്ക് കടന്ന് അവിടെ ഉണ്ടായിരുന്ന കത്തി എടുത്തുകൊണ്ട് വന്ന് സുധീഷിനെ കുത്തുകയായിരുന്നു. ഒപ്പം ഷാനവാസ് അമ്പാടിക്കും കുത്തേറ്റു. ഈ കത്തിക്കുത്തിലാണ് തൽക്ഷണം തന്നെ സുധീഷിന് മരണം സംഭവിക്കുന്നത്. ഈ സുധീഷിന്റെ മരണം സംഭവിച്ചതിന് പിന്നാലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിച്ചെങ്കിലും ഈ നാട്ടുകാരും അവിടെ കൂടിയ ആൾക്കാരും ചേർന്ന് ഇയാളെ പിടികൂടി ചടയമംഗലം പോലീസിൽ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഷാനവാസും അമ്പാടിയും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഈ സെക്യൂരിറ്റി ജീവനക്കാരി ജിബിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തെ തുടർന്ന് താൻ ചെയ്തു എന്നുള്ളതാണ് ജിബിൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഈ മദ്യപിക്കാൻ അവിടെ എത്തുന്ന സമയത്ത് അവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള തർക്കമാണ് ഈ അടിപിടിയിൽ കലാശിച്ചത്. ഒടുവിൽ ഈ കത്തിക്കുത്തിലേക്കടക്കം നീണ്ടത് എന്നുള്ളതാണ് പോലീസിന്റെ FIR-ലടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ വാഹനം പുറത്ത് പാർക്ക് ചെയ്യണമെന്ന് സെക്യൂരിറ്റി ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് കൂട്ടാക്കാൻ ഷാനവാസും അമ്പാടിയും തയ്യാറായില്ല. ഇതേ തുടർന്നാണ് തർക്കമുണ്ടാവുകയും ഇത് പിടിച്ചുമാറ്റം ചെന്ന സുധീഷാണ് മരണപ്പെടുകയും ചെയ്തത്, കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. ഇന്ന് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM ചടയമംഗലം പഞ്ചായത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.